2013-14 സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്തെ ഭൂരഹിതരായ 200ഓളം പട്ടികവർഗ കുടുംബങ്ങൾക്ക് ഭൂമി അനുവദിക്കുന്നതിലേക്കായി 20 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. ആശിക്കും ഭൂമി ആദിവാസിക്ക് എന്ന പേരിൽ പട്ടികവർഗ വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി പ്രകാരം ഭൂരഹിതരായ പട്ടികവർഗ വിഭാഗക്കാർക്ക് തങ്ങളുടെ സൗകര്യമനുസരിച്ച് 25 സെന്റിൽ കുറയാതെയും ഒരേക്കറിൽ കവിയാതെയും കൃഷിയോഗ്യവും വാസയോഗ്യവുമായ ഭൂമി വാങ്ങുന്നതിന് 10 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ആ 10 ലക്ഷം രൂപയ്ക്ക് വാസയോഗ്യം, കൃഷി, വെള്ളം, വൈദ്യുതി, വഴി ഇത്രയും യോഗ്യത ആ ഭൂമിക്ക് ഉണ്ടാകണം. ഒരു ആറിന് 7000 രൂപയാണ് ഗവൺമെന്റ് വിലയായിട്ടിരിക്കുന്നത്. അത് 2.5 സെന്റ് സ്ഥലത്തിനാണ് 7000 രൂപ തന്നെ. ഈ 7000 രൂപയ്ക്ക് ഭൂമി ലോകത്തെങ്ങും കിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. ജില്ലയിൽ ലഭിച്ചിരിക്കുന്ന 17ഓളം അപേക്ഷകളിൽ നിന്നും ഒരാൾക്ക് പോലും ഇതുവരെയും ഭൂമി ഏറ്റെടുത്ത് നൽകാൻ പട്ടികവർഗ വികസന വകുപ്പിനായിട്ടില്ല. നാഗരിക പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ജില്ലയിലെ ഭൂരഹിതരായ പട്ടികവർഗ കുടുംബങ്ങൾക്ക് നിബന്ധനകൾക്ക് വിധേയമായി പ്രസ്തുത തുകയ്ക്ക് ഭൂമി കണ്ടെത്തുക എന്നതാണ് അധികൃതരെയും ഗുണഭോക്താക്കളെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കുന്നത്. പെരുമ്പാവൂർ വെങ്ങോല സ്വദേശിയായ അയ്യപ്പനടക്കമുള്ള ഗുണഭോക്താക്കൾ ഈ ആവശ്യം ഉന്നയിച്ച് കഴിഞ്ഞ 10 മാസമായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ്. ഒരു 3 സെന്റ് സ്ഥലം വാങ്ങി തന്നെ, 3 സെന്റ് സ്ഥലം, അതിനകത്ത് കക്കൂസും കുളിമുറി എല്ലാം ഉണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് കിടന്നോളാം. അത്രയ്ക്ക് കഷ്ടത അനുഭവിക്കുന്ന, അത്രയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ഇതിനുവേണ്ടി ഒരുപാട് പൈസ ചെലവാക്കി എത്രയോ ഉദ്യോഗസ്ഥന്മാരുടെ കാല് പിടിച്ചറിയാം. ഒന്നല്ലെങ്കിൽ അനുവദിച്ചിരിക്കുന്ന വിലയ്ക്ക് ഭൂമി കണ്ടെത്തി നൽകുക, അല്ലെങ്കിൽ ഭൂമി കണ്ടെത്തുന്നതിലെ നടപടിക്രമങ്ങൾ ലഘൂകരിക്കുക എന്നതാണ് അധികൃതർക്ക് മുന്നിൽ ഗുണഭോക്താക്കൾ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം. അതേസമയം പദ്ധതിയിലെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ ഉദ്യോഗസ്ഥ താൽപര്യങ്ങൾക്കനുസരിച്ച് കാലതാമസം വരുത്തുന്നുവെന്ന ആക്ഷേപവും ഗുണഭോക്താക്കൾക്കുണ്ട്. സിജോ വർഗീസ്, ജീവൻ ന്യൂസ്, കോതമംഗലം.